ഇടുക്കി പീരുമേട് തോട്ടപ്പുരയിൽ മരിച്ച ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിൽ 4 ദിവസം പിന്നിടുമ്പോഴും ദുരൂഹത ഒഴിയുന്നില്ല. മരണകാരണം കണ്ടുപിടിക്കാൻ ഇനിയും പോലീസിനായിട്ടില്ല. മരണം വന്യജീവി ആക്രമണത്തോടെ അല്ലെന്ന് വനം വകുപ്പ് അടിവരയിടുന്നു. പീരുമേട് തോട്ടപ്പുരയിൽ സീതയെന്ന ആദിവാസി സ്ത്രീ മരിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും അന്വേഷണത്തിൽ ഒരു തുമ്പും ലഭിക്കാതെ പോലീസ്. കാട്ടാനാക്രമണമെന്ന് പോലീസ് നിലപാടെടുക്കുമ്പോൾ അസ്വാഭാവിക മരണമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതേസമയം പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ മരണം കൊലപാതകമാകാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തുമ്പിക്കൈ കൊണ്ട് ആന സീതയെ എടുത്തെറിഞ്ഞെന്നും തന്നെയും തുമ്പിക്കൈക്കടിച്ച് ദൂരെ എറിഞ്ഞെന്നുമാണ് ഭർത്താവ് ബിനുവിന്റെ മൊഴി. എന്നാൽ തുമ്പിക്കൈക്കടിയേറ്റ ബിനുവിന് പ്രകടമായ പരിക്കുകളൊന്നുമില്ലെന്ന് പരിശോധനയിൽ തെളിഞ്ഞതായി വനംവകുപ്പ് പറയുന്നു. കാട്ടാൻ ആക്രമിച്ച സീത വനത്തിലൂടെ തനിക്കൊപ്പം തിരികെ നടന്നെന്നും പിന്നീട് താൻ തോളിലെടുത്ത് ജീപ്പിലേക്ക് എത്തിക്കുകയുമായിരുന്നുവെന്നാണ് ബിനു പറയുന്നത്. 2 അടി ആനക്കിട്ട് കൈ കൊണ്ട് അടി കൊടുത്ത് എന്നെ തട്ടി എറിഞ്ഞത് അപ്പുറത്ത് ഒരു 10 അടിയോളം അകലെ ഞാൻ തെറിച്ചു പോയി. ആ എറിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് കിടന്നിടത്തിലോട്ട് തിരിഞ്ഞ് പോകുന്ന ഞങ്ങൾ. അതിന് എന്താ സംഭവിച്ചു, ഇവിടെ തിരിച്ച് ഔട്ടോ അല്ലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തതെന്ന് എനിക്ക് കാണാൻ പറ്റില്ല. പീരുമേട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കും വരെ ജീവൻ ഉണ്ടായിരുന്നുവെന്നും ബിനു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കേസ് അന്വേഷണം മറ്റൊരു അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കണമെന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. സംഭവം നടന്ന അന്നുതന്നെ മരണത്തിൽ ദുരൂഹതയുള്ളതായി പീരുമേട് ഡിവൈഎസ്പിയെ വിവരം ധരിപ്പിച്ചിരുന്നതായി കോട്ടയം DFO പറഞ്ഞിരുന്നു. എന്നിട്ടും 48 മണിക്കൂറിന് ശേഷമാണ് സംഭവസ്ഥലത്ത് പോലീസ് എത്തി അന്വേഷണം നടത്തിയത്. ഫോറൻസിക് സർജൻ പങ്കുവച്ച പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് പോലീസ്. സംഭവത്തിൽ ആരെ വിശ്വാസത്തിലെടുക്കണമെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ന്യൂസ് മലയാളം, ഇടുക്കി.